ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. ഒരു ഒരു ഷോക്കിംഗ് ന്യൂസ് കണ്ടിട്ട് ഞാനൊന്ന് പെട്ടെന്നൊരു വീഡിയോ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു വന്നതാണ്. വീണ്ടും വരുന്നു, അവൻ തിരിച്ചു വരുന്നു. എൻ്റെ പൊന്നോ, ആ ന്യൂസ് കണ്ടപ്പോ തൊട്ട് എന്താ പറയാ, ആകെ എല്ലാ കിളികളും പറന്നുപോയി. പിന്നെ കിളികളെ തിരിച്ചു വിളിച്ചിട്ട് വരുന്നില്ല. ആ ഒരു അവസ്ഥയാണ്. കുറെ പേരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ആൻഡ്രേ ഒനാന. ഓ നാന, ഓ എന്റെ പൊന്നും മുത്ത, എന്തിനാണ് ചങ്ങായി നീ ഇങ്ങനെ മനുഷ്യനെ ഇടങ്ങാറാക്കുന്ന? എന്തിനാണ്? ടെൻഷൻ അടുപ്പിക്കാനായിട്ട് ഒരു മനസമാധാനത്തിൽ ഒന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സത്യം പറയാലോ, കുറെ കാലത്തിന് ശേഷം നമ്മളെല്ലാ യുണൈറ്റഡ് ഫാൻസും വളരെ വർഷങ്ങൾക്ക് ശേഷം ഒരു സമാധാനത്തില്, ഒരു അറ്റാക്ക് ഒന്നും വരാണ്ട് ഒരു കളി കാണാൻ തുടങ്ങി. സന്തോഷിച്ച് ഒരു 4-5 ആഴ്ച സന്തോഷിച്ച് വരികയായിരുന്നു. അപ്പോഴാണ് ഇടുത്തി വീഴാന്നൊക്കെ പറയില്ലേ, അതുപോലെ മാൻഡ്രേക്ക് ഈസ് കമ്മിങ് ബാക്ക്. ചങ്ങായി പറഞ്ഞ ഇത് കേട്ടിട്ടാണ് എനിക്ക് ചിരി വന്നത്. ഞാനായിരിക്കും യുണൈറ്റഡിന്റെ നമ്പർ 1 ഗോൾ കീപ്പർ. ആ നമ്പർ 1 സ്പോട്ടിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് സീസണിൽ ഞാൻ എൻ്റെ ജീവൻ കൊടുത്തിട്ട് ഞാൻ എന്താ പറയാ ഫൈറ്റ് ചെയ്യും. എന്റെ പൊന്നു മോനെ, നീ വരണ്ട, നീ വന്നോ, ആയിരിക്കും നിനക്ക് വേണ്ടെങ്കിൽ നീ വന്നോ, നീ വെറുതെ ഇവിടെ ഇരുന്നോ, റിസർവിൽ ഇരുന്നോ, പൈസ തരാം, ദയവ് ചെയ്തിറങ്ങല്ലേ എന്റെ പൊന്നു മുത്ത. അയ്യോ, ഇവന്റെ ഈ ന്യൂസ് കേട്ടപ്പോ തന്നെ എനിക്ക് തോന്നുന്നു ഇതിപ്പോ എല്ലാരെ കോൺഫിഡൻസും പോയിട്ടുണ്ടാവും. ഇപ്പൊ ഒന്ന് എല്ലാരും നല്ലൊരു കോൺഫിഡൻസ് ആയിട്ട്, നല്ലൊരു യുണൈറ്റഡ് DNA പറയുന്നത് പോലെ തന്നെ നല്ലപോലെ എല്ലാരും കളിച്ചു വരികയായിരുന്നു. ഈ ചങ്ങായിന്റെ ന്യൂസ് വന്നതോടുകൂടി മിക്കവാറും എല്ലാരും എനർജിയും ചോർന്നു പോയിട്ടുണ്ടാവും. മാഗ്വയറൊക്കെ ഭിത്തിയിൽ കയറ്റി ചിലപ്പോ ആ ചങ്ങായിന് ഇനി വന്നിട്ടുണ്ടെങ്കിൽ അവനോട് അവിടെ തന്നെ നിന്നോ എന്ന് പറയാം, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടീം പോയിക്കട്ടെ. ടെൻഹാഗ് ചെയ്തതിലുള്ള ഏറ്റവും വലിയ മണ്ടത്തരം, ദ വേഴ്സ്റ്റ് സൈനിങ്സ് ഇൻ ദ യുണൈറ്റഡ് ഹിസ്റ്ററി എന്ന് വേണമെങ്കിൽ പറയും. ഞാൻ ഒരു പ്ലെയറിനെ അടിച്ചാക്ഷേപിക്കുന്നതല്ല, അത് ഞാൻ പറയാം. ഒരു അടിച്ചാക്ഷേപിക്കുന്നതോ ഇത് പറയുന്നതോ അല്ല. കാരണം ഈ ഒനാനേന്റെ പെർഫോമൻസ് നമ്മളെല്ലാവരും കണ്ടതാണ്, എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം കൂടി ഞാൻ നമ്മുടെ ലാമൻസിന്റെ പെർഫോമൻസ് കണ്ടല്ലോ. അപ്പൊ അത് കമ്പയർ ചെയ്തിട്ട് ഒനാനേന്റെ സീസൺ ഒന്ന് കമ്പയർ ചെയ്തിട്ടുള്ള ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. എന്റെ പൊന്നു പെറ്റ തള്ള സൈക്കിൾ, ഇവൻ എങ്ങനെയാണ് ഇവൻ ഗോൾ കീപ്പർ ആയെന്ന് എനിക്കറിയില്ല. ഉരുണ്ട് വരുന്ന സാധനം പോലും ഒരൊറ്റ ഡൈവ, മറ്റേ നമ്മള് കുളത്തിലേക്ക് മീൻചാട്ടായിട്ട് എടുക്കുന്ന പോലെ ബോളിങ്ങിന് പോകുന്നുണ്ടോ, ഇവന് നേരെ ഓപ്പോസിറ്റ് ചാടുന്നുണ്ടാവും. എന്താ മെയ്വൊക്കെ ഇങ്ങനെ ഒരു ചാട്ടൊക്കെയാണ്. മീൻ ബാക്കിൽ നിൽക്കണം. ഇങ്ങനത്തെ ഒരു മത്സരത്തെ അവൻ തിരിച്ചു വരികയാണ് പോലെ. എന്റെ പൊന്നു വേണ്ട, നീ അവിടെ എവിടെയെങ്കിലും നിന്നു, വെറുതെ കുറച്ച് പൈസ തരാം. മെഗ്വർ ആണോ വേണമെങ്കിൽ നിനക്ക് കുറച്ച് പൈസ തരും, നീ എവിടെ എവിടെയെങ്കിലും നിന്നു. കാരണം ഇപ്പോഴാണ് നമുക്ക് ഡഹേന് ശേഷം നമുക്ക് കിട്ടിയ ഒരു നല്ലൊരു ഗോൾ കീപ്പർ സെനെ ലാമൻസ്. ബായിന്ദറിനെ ഞാൻ അങ്ങനെ കുറ്റം പറയില്ല, ബായിന്ദറിന്റെ അടുത്തും മിസ്റ്റേക്കും കാര്യങ്ങളുണ്ട്. പക്ഷെ ഒനാനേനെ പോലെയല്ല ബായിന്ദർ നമുക്ക് ആർസണലിന്റെ FA കപ്പ് മാച്ചൊക്കെ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ബായിന്ദറിന്റെ പെർഫോമൻസും കാര്യങ്ങളും. അതിനുശേഷം നല്ല പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മോശം കളികളും ബായിന്ദറിന്റെ അടുത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒനാനേനെ പോലെയല്ല, ഒനാനേനെ വേണ്ട. ലാമൻസ് മുത്ത് ഓനൊന്ന് സെറ്റായി ഇവിടെ തന്നെ നിൽക്കട്ടെ. ബായിന്ദർ മിക്കവാറും നെക്സ്റ്റ് സീസണിൽ പോകും. അപ്പൊ നമ്മുടെ ആ ഒരു വിറ്റേക്ക് ഉണ്ടല്ലോ, നമ്മുടെ ഗോൾ കീപ്പർ തന്നെ ഇപ്പൊ ഒരു ലോണിലാണ് തോന്നുന്നുണ്ട്, അവനെ വന്നിട്ട് അവൻ സെക്കൻഡ് ഗോൾ കീപ്പർ ആവട്ടെ. അതാണ് ഇതിപ്പോ. ഈ ഒനാന ഇപ്പൊ ഈ മാളത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് കൺഫേം ചെയ്യുന്നുള്ള രീതിയിൽ ഇപ്പൊ നമ്മൾ ടോപ്പ് 4 ഭദ്രമാക്കിയിട്ടാണുള്ളത്. അപ്പോൾ അതാണ് അവന്റെ ഐഡിയ. നല്ലോണം സാലറി ഹൈക്ക് കിട്ടും, മെല്ലനെ ഇവിടെ വീണ്ടും കുളം തോണ്ടിയിട്ട് ഒന്നും ഇല്ലാണ്ടാക്കിയിട്ട് അങ്ങോട്ട് രക്ഷപ്പെടാം. അതായിരിക്കും ഐഡിയ. അതിന് നിൽക്കാൻ പാടില്ല. പിന്നെ വേറൊരു ന്യൂസ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ, നമ്മുടെ ഈ ട്രാൻസ്ഫറിന്റെ വീഡിയോയിൽ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു പ്ലെയർ നമ്മൾ യുണൈറ്റഡ് നോക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ടോട്ടൻഹാം ഹോട്ട്സ്പറിന്റെ മിക്കി വാൻഡവീൻ. ഡിഫൻഡറായിട്ടും കളിച്ചിട്ടുണ്ട്, ലെഫ്റ്റ് ബാക്കായിട്ടും കളിച്ചിട്ടുണ്ട്. നല്ലൊരു പ്ലെയറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു പ്ലെയറാണ്. നമ്മുടെ യൂറോപ്പ ലീഗ് മോഹങ്ങൾ തല്ലിക്കിടത്തിയ ഒരു താരാണ്. അതും ഒരു അൺബിലീവബിൾ ഗോൾ ലൈൻ ക്ലിയറൻസ് പോലെ. അതായിരുന്നു സംഭവം, മിക്കി വാൻഡവീൻ. അപ്പം മിക്കി വാൻഡവീൻ്റെ ന്യൂസുകൾ ഇപ്പോൾ നല്ലപോലെ കേൾക്കുന്നുണ്ട്. വാൻഡവീൻ്റെ പിന്നാലെ നമ്മൾ പോകുന്നുണ്ട്, വാൻഡവീനെ പൊക്കാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള തോന്നിയതാണ്. പക്ഷേ മിഡായിരിക്കണം നമ്മുടെ സ്ട്രോങ് ഏരിയ. എന്നിട്ട് പക്ഷെ നമുക്ക് ആ ഒരു ലെഫ്റ്റ് ബാക്ക് എന്തായാലും വേണം. ലെഫ്റ്റ് ബാക്ക് ലുക്ഷോനെ എല്ലാ കളിയും നമുക്ക് ഇതാക്കാൻ പറ്റില്ലല്ലോ. എന്തോ ഭാഗ്യത്തിന് ആരെയല്ലോ പ്രാർത്ഥന കൊണ്ട് ഈ ഒരു സീസൺ
എല്ലാ കളിയും സ്റ്റാർട്ട് ചെയ്ത ഒരു റെക്കോർഡ് ലൂക്ക് ഷോനാണ്. ഒരിക്കലും ഷോന് ഇങ്ങനെ കളിക്കാൻ പറ്റിയിട്ടില്ല. നല്ലൊരു കാര്യം തന്നെ, നമുക്ക് നല്ലൊരു ഇതാണ്. ഷോ നല്ല കളിക്കുന്നുണ്ട്, ഇടയ്ക്ക് കുറച്ച് മണ്ടത്തരം കളിക്കുന്നുണ്ടെന്നാണ്. പക്ഷെ എന്തായാലും നമുക്ക് ഒരു ബാക്കപ്പ് ആണല്ലോ. പിന്നെ സെൻട്രൽ ബാക്കിലായിക്കോട്ടെ എക്സ്പീരിയൻസ് വേണ്ടേ, പിന്നെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ യോറോവും ഹെവനും ഒക്കെ പിള്ളേരാണ്. ഡിലേറ്റ് വന്നാലേ നമുക്ക് ഇതാവുള്ളൂ. മെഗ്വയർ നെക്സ്റ്റ് സീസൺ ഉണ്ടാവുമോ, സാലറി കുറച്ചിട്ട് ഒരു വർഷം കൂടി റിന്യൂ ചെയ്യുന്നൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷെ അതും കൺഫേംഡ് ന്യൂസ് ഒന്നും അല്ല. അപ്പോൾ നമുക്ക് ബാക്കപ്പ് വേണം. കാരണം നെക്സ്റ്റ് സീസണിൽ നമ്മളിപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ ആവുകയാണെങ്കിൽ കർബാവോ കപ്പ്, FA കപ്പ്, പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ് എല്ലാം ഉണ്ടാവും. അപ്പം എല്ലാം ഉണ്ടാവുമ്പം എന്തായാലും കോമ്പറ്റീഷൻ ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും. അപ്പം നമുക്ക് സ്ക്വാഡ് ഡെപ്തും ബെഞ്ചിൽ ആൾക്കാരില്ലെങ്കിൽ നടക്കൂല. കാരിങ്ടണിലെ പിള്ളേരെയും കൊണ്ടൊന്നും എല്ലാ ഒരു ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് സമ്മറിൽ നല്ലപോലെ ഇങ്ങനത്തെ വാൻഡവിനെ പോലത്തെയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനൊക്കെ വേണം. പിന്നെ മോർഗൻ റോജേഴ്സ് ആസ്റ്റൺ വില്ലേൻ്റെ, അവൻ്റെ ന്യൂസും ഇപ്പോൾ കേൾക്കുന്നുണ്ട്. 100 മില്യൺ എങ്ങാനാണ് വില്ല കൊടുക്കുന്നുണ്ടെങ്കിൽ വാങ്ങാം. മോർഗൻ റോജേഴ്സ് വിൽ ബി എ ഗുഡ് ഓപ്ഷൻ. ഞാൻ ആ ബ്രൂണോന്റെ റീപ്ലേസ്മെന്റിൽ ആര് വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കൂടുതൽ കമന്റ് വന്നത് റോജേഴ്സിന്റെ പേരാണ്. നല്ലൊരു കളിക്കാരനാണ് മോർഗൻ റോജേഴ്സ്. പിന്നെ സ്റ്റില്ലർ, കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഒക്കെ അറിയണമെങ്കിൽ നമ്മൾ കാത്തിരുന്നേ മതിയാവുള്ളൂ. സമ്മർ വരെ കാത്തിരിക്കണം. പക്ഷെ ഇപ്പൊ ഈ ഒനാനയുടെ ന്യൂസ് കേട്ടപ്പോൾ അതെനിക്ക് എന്തായാലും പറയണം എന്ന് തോന്നി. പറയാണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. കാരണം ആ ഒരു ന്യൂസ് നിങ്ങളെ മുന്നിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞാനൊരു ഈ ചാനൽ നടത്തിയിട്ട് ഒരു കാര്യമില്ല. ഇതുപോലത്തെ ഒരു ന്യൂസ് എന്താ പറയുക, ആറ്റം ബോംബ് ബാക്കിൽ വെക്കണം. ആറ്റം ബോംബ് പൊട്ടിക്കുന്ന പോലെയാണ് ഈ ഒരു ന്യൂസ് വന്നത്. പിന്നെ നമ്മുടെ ഇപ്പോൾ കാരിക്കിന്റെ അണ്ടറിൽ അൺബീറ്റൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ അൺബീറ്റൺ ആയിട്ട് തന്നെ പോകാൻ പറ്റട്ടെ. അടുത്ത ഗെയിം ക്രിസ്റ്റൽ പാലസിന്റെ കൂടെ സൺഡേ. നല്ലൊരു ടൈമാണ്, 6 o'clock ആണ് ഇവിടുത്തത്, UAE ടൈം. പിന്നെ നാട്ടിൽ 7:30. നല്ലൊരു ടൈമുള്ള മാച്ചാണ്. നമുക്ക് ജയിക്കാൻ പറ്റണം. ബാക്ക് ടു വിന്നിംഗ് ബേസ് എവർട്ടന്റെ കൂടെ നടത്തി. ക്രിസ്റ്റൽ പാലസിന്റെ കൂടെ സുഖമായിട്ട് ജയിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഓവർ കോൺഫിഡൻസ് പറയുന്നതല്ല. പക്ഷേ കാരിക്കിന്റെ അണ്ടറിൽ നമ്മുടെ ടീം ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് ഉള്ള കാര്യം എല്ലാവർക്കും അറിയാം. അത് പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ ഒരു യുണൈറ്റഡ് DNA ആ ഒരു ബ്ലഡ് കാരിക്ക് നല്ലപോലെ പ്ലേയേഴ്സിന് കുത്തിവെച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവന്മാർ നല്ലപോലെ കളിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു വിന്നിങ് റണ്ണും ആ ഒരു മെൻറ്റാലിറ്റിയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ. എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവരും പ്രാർത്ഥിക്കുക. നമുക്ക് ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ നമുക്ക് ഈ ഒരു സീസണിൽ കിട്ടിയേ മതിയാവുള്ളൂ. റെലഗേഷനിലാവും ബോട്ടം ടീം എന്നൊക്കെ പരിഹസിച്ച് കളിയാക്കിയവർക്കുള്ള ഒരു മറുപടിയായിട്ട് നമ്മുടെ ചുവന്ന ചെകുത്താന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പ് അതായിരിക്കണം നമ്മുടെ ഈ ഒരു സീസൺ എൻഡിങ്ങിൽ നമ്മുടെ ഒരു #ആയിട്ട് നമ്മൾ യുണൈറ്റഡ് വരേണ്ടത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.